വഹിച്ചു. ത്രിലോക് പകപ്പോടെ അലറി. ട്രാവലറിന്റെ ഡ്രൈവർ ക്രൂരമായ ചിരിയോടെ വണ്ടി സൈഡെടുത്ത് നിർത്താതെ പായിച്ചു. ത്രിലോക് അവളുടെ അടുത്തേക്ക് ഓടി. റോഡിന്റെ സൈഡിലുള്ള കാനിയിലേക്ക് തെറിച്ചു വീണ വഹിച്ചു ത്രിലോകിന് നേരെ തന്റെ ചോരക്കൈകൾ ഉയർത്തി. ചോര പടർന്ന തന്റെ കൈകളിലേക്ക് നോക്കി ത്രിലോക് ഐസുവിന് മുന്നിലിരുന്നു. ഇതുവരെ ദൈവത്തെ പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ആദ്യമായി അവൻ ദൈവത്തെ വിളിച്ച് കരഞ്ഞു കേണു. വൈച്ചുവിനെ തിരിച്ചു കിട്ടാൻ 1 മണിക്കൂർ കഴിഞ്ഞാണ് ഡോക്ടർ ഇറങ്ങി വന്നത്. ത്രിലോക് വേഗം ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. ഡോക്ടർ, പേഷ്യന്റിന്റെ ഡോക്ടർ ചോദിച്ചു. ഹസ്ബൻഡ് വരണ്ട തൊണ്ട ഒന്ന് മിനുക്കി. ഓക്കെ വരൂ. മലയാളിയാണല്ലേ? ഡോക്ടർ മുമ്പിലെ ചെയറിലേക്ക് ഇരിക്കുമ്പോൾ ചോദ്യം വന്നു. വഹിച്ചു ത്രിലോക് ചോദിച്ചു. ഏയ് കുഴപ്പമൊന്നുമില്ല, ബോധം വന്നിട്ടില്ല. കൈമുട്ടിലെ എല്ലിന് കുറച്ച് പൊട്ടലുണ്ട്. അത് ആക്സിഡന്റിൽ പറ്റിയതാവും. പിന്നെ കാനിൽ വെള്ളമുണ്ടായിരുന്നതിനാൽ തലയ്ക്ക് പരിക്ക് അത്ര വലുതല്ല. കാലിലും കയ്യിലും ചതവുണ്ട്. ബ്ലഡ് കുറച്ച് പോയ സ്ഥിതിക്ക് 2 ദിവസം ഇവിടെ കിടക്കട്ടെ. ഡോക്ടർ ചീട്ടെഴുതി നീട്ടി. ത്രിലോക് അത് വാങ്ങി അറിയാതെ കൈകൊപ്പി. അവൾക്കൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് സമാധാനമായത്. കയ്യിൽ കോരിയെടുത്ത് എങ്ങോട്ടെന്നറിയാതെ ഓടി. കണ്ടുകൂടിയ ആരൊക്കെ വണ്ടി നിർത്തി ഹോസ്പിറ്റലിലാക്കി. ചെറിയൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് സമാധാനമുണ്ടായില്ല. എന്നാൽ ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. മരുന്ന് വാങ്ങിക്കൊണ്ട് നഴ്സിനെ ഏൽപ്പിച്ചു. അപ്പോൾ മാത്രം ഒന്ന് പുറത്തുനിന്ന് കണ്ടു. ഉള്ളിലേക്ക് കയറിയില്ല. നെറ്റിയിലും കയ്യിലും മുറിവൊക്കെ വെച്ച് കെട്ടി മയക്കത്തിലാണ്. എന്തോ ആ കാഴ്ച കണ്ടപ്പോൾ ഒരേ സമയം ആശ്വാസവും സങ്കടവും തോന്നി. രാത്രി ആയപ്പോൾ പെയിൻ തോന്നി. വൈദ്യു എഴുന്നേറ്റു. അപ്പോഴാണ് കണ്ണുകൾ തുറക്കുന്നത്. വേദന കാരണം മുഖം ചുളിഞ്ഞു. ആദ്യം കണ്ടത് പഴയൊരു സീലിംഗ് ഫാനാണ്. ഫാൻ കറങ്ങുന്ന ശബ്ദം ഉയർന്നു നിൽക്കുന്നുണ്ട്. വൈദ്യു ഒന്ന് എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. കയ്യിലെ ക്യാനുല വേദനിച്ചു. എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല. തലയിലെ വേദന കാരണം തലയിൽ കൈവച്ചു. നടന്നതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കവേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എന്നാൽ മെല്ലെ എഴുന്നേറ്റ് ചാരിയിരുന്നപ്പോൾ കാലുകൾ ആരെയോ തട്ടി. വൈദ്യു മെല്ലെ തലചരിച്ചു നോക്കി. കൈകൾ ബെഡിൽ കൂട്ടിവെച്ച് കൈക്കുള്ളിൽ തലവെച്ച് കിടക്കുന്നവനെ കണ്ടതും അവൾ സന്തോഷത്തോടെയും സങ്കടത്തോടെയും കണ്ണുകൾ നിറഞ്ഞു. വാപൊത്തി പിടിച്ച് വെതുമ്പിക്കൊണ്ട് വൈദ്യു അവന്റെ തലയിൽ തലോടി. ത്രിലോക് പെട്ടെന്ന് തന്നെ ഞെട്ടി എഴുന്നേറ്റു. വഹിച്ചു. ത്രിലോക് വേഗം അടുത്തേക്ക് ചെന്ന് അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് നെറ്റിയിൽ ചുംബിച്ചു. എന്തിനാ വഹിച്ചു എന്നെ വിട്ടു പോകുന്നത്? ഞാൻ എന്താടാ ചെയ്തേ? ആ പെണ്ണിനെ ഞാനല്ല കൊന്നത്. എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ത്രിലോകിന്റെ കണ്ണുകൾ നിറഞ്ഞു. വൈദ്യു അവനൊപ്പം കരഞ്ഞതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞാണ് ഡിസ്ചാർജ് ചെയ്തത്. കൈയുടെ എല്ലിന് ചെറിയ പൊട്ടലുള്ളതുകൊണ്ട് കയ്യിൽ പ്ലാസ്റ്ററുണ്ട്. അത് കഴുത്തിൽ ചുറ്റി ഇട്ടിട്ടുമുണ്ട്. കാറിൽ പോകുമ്പോൾ പരിചയമില്ലാത്ത വഴികൾ കണ്ട് വൈദ്യു അവനെ നോക്കി. എന്നാൽ ഒരിക്കൽ പോലും അവളെ നോക്കാതെ തന്റെ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു. വൈദ്യു ഇടയ്ക്ക് ഒന്ന് മയങ്ങി. ഉണർന്നു എഴുന്നേൽക്കുമ്പോൾ കാടിനുള്ളിൽ എത്തിയ പോലെ തോന്നി. അവൾ ഞെട്ടി എഴുന്നേറ്റ് ത്രിലോകിനെ നോക്കി. ഇരുവശത്തും വലിയ മരങ്ങളുള്ള ഒരു മൺവഴി. മരങ്ങൾ അവസാനിക്കുന്നിടത്ത് വലിയൊരു ഗേറ്റാണ്. ത്രിലോക് ഹോണടിച്ചതും ഒരാൾ ഓടിവന്ന് ഗേറ്റ് തുറന്നു. അവൻ കാർ മുന്നോട്ടെടുത്തു. ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ വൈദ്യുവിന്റെ കണ്ണുകൾ വിടർന്നു. ഇരുവശത്തും മുന്തിരിത്തോപ്പുകൾ. ഇരുവശത്തും കമ്പിവേലി കെട്ടി മറിച്ചിട്ടുണ്ട്. മുൻപ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊരു സ്വപ്നത്തെപ്പറ്റി. വലിയൊരു വീട് വെച്ച് അവിടെ കുറെ പഴങ്ങളും മുന്തിരിയും ആപ്പിളും എല്ലാം വേണം. മക്കളാവുമ്പോൾ അവരെ കൂട്ടി അങ്ങോട്ട് വെക്കേഷന് പോവണം. വൈദ്യു തിളങ്ങുന്ന കണ്ണുകളോടെ അവനെ നോക്കി. എന്നാലെന്ന് കരഞ്ഞു പറഞ്ഞത് മുതൽ ഈ നിമിഷം വരെ അവളെ അവൻ നോക്കിയിട്ടില്ല. എന്തോ വൈദ്യുവിന് മനസ്സിന് വല്ലാത്ത വേദന തോന്നി. കുറച്ചുകൂടെ മുൻപോട്ട് പോയി കാർ നിർത്തി. വലിയൊരു ബംഗ്ലാവ്. എല്ലാ വശത്തു നിന്നും കുറെ ജോലിക്കാർ ഓടി വന്നു. ത്രിലോക് കാറിൽ നിന്നിറങ്ങി ബാഗെടുത്തു. മുരുക, എല്ലാം ഓക്കെ അല്ലേ? ത്രിലോക് ചോദിച്ചു. വൈദ്യു ഇറങ്ങി ത്രിലോക് സംസാരിക്കുന്ന യുവാവിനെ നോക്കി. എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഇരുനിറം, ഒത്ത ഉയരവും 6 പാക്കും. വാ. മുരുകനോട് സംസാരിച്ചു കഴിഞ്ഞ് ത്രിലോക് തിരിഞ്ഞ് വൈദ്യുവിനെ വിളിച്ചു. വൈദ്യുവിന് നല്ല ആശ്വാസം തോന്നി. ഒന്ന് ശ്രദ്ധിച്ചല്ലോ. ഉള്ളിലേക്ക് കയറുമ്പോൾ വലിയ ഹോൾ കണ്ട് അവൾ ഞെട്ടി. ഓരോ ഭാഗത്തും വലിയ സെറ്റിയുണ്ട്. കൂടാതെ ഫ്ലവർ വേസ്, വൈറ്റ് പെയിന്റും വൈറ്റ് കർട്ടനും. കാണുമ്പോൾ താജ്മഹൽ പോലെ തോന്നിപ്പോയി. ഇവിടെയല്ല, മുകളിലാണ് റൂം. ത്രിലോക് അവൾ ഹാളിൽ തന്നെ നിൽക്കുന്ന കണ്ട് പറഞ്ഞു. അവൻ മുകളിലേക്ക് കയറിയപ്പോൾ അവളും പുറകെ നടന്നു. ഫുൾ ഫർണിച്ചർ വർക്കാണ്. മുകളിലേക്ക് കയറി ചെല്ലുന്നത് ബാൽക്കണിയിലേക്കാണ്. അതിന്റെ ഇടതുവശത്ത് മുറികളും. ത്രിലോക് ആദ്യം കണ്ട മുറിയിലേക്ക് കയറി. പുറകെ വൈദ്യുവും. ബാഗെടുത്ത് ടേബിളിൽ വെച്ച് അവൻ വൈദ്യുവിനെ തിരിഞ്ഞു നോക്കി. അതാണ് ബാത്റൂം. പോയി ഫ്രഷ് ആവ്, ത്രിലോക് പറഞ്ഞു. വൈദ്യു തലയാട്ടി ബാത്റൂമിൽ കയറി. തന്റെ വീടിന്റെ അത്രയും വലിപ്പമുണ്ട് ഒരു മുറി. ബാത്റൂം ആണെങ്കിൽ 2 മുറിയുടെ വലിപ്പവുമുണ്ട്. കൂടാതെ ബാത്ത് ടബ്. വൈദ്യു അവിടെയുള്ള കണ്ണാടി നോക്കി നിന്നു. കൈ അനക്കാൻ പറ്റില്ലെന്ന് ത്രിലോകിന് നന്നായി അറിയാം. താൻ വിളിക്കാൻ വേണ്ടിയാ? വൈദ്യു പിറുപിറുത്തു.
എന്നാൽ അപ്പോൾ തന്നെ ത്രിലോക് ബ്രഷും കൊണ്ട് അകത്തേക്ക് കയറി കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുന്ന വൈദ്യുവിനെ നോക്കി അവളുടെ കവിളിൽ പിടിച്ച് ബ്രഷ് ചെയ്ത് കൊടുത്തു. ഹീറ്റ് ഓൺ ചെയ്ത് അവളെ ഷവറിന് താഴെ പിടിച്ചിരുത്തി. വൈദ്യു പിടപ്പോടെ മിഴികൾ ഉയർത്തി. ത്രിലോകിന് ചിരി വന്നെങ്കിലും മുഖം ഗൗരവത്തോടെ പിടിച്ചു. എങ്ങനെ പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്ന് കുളിച്ചതാണ് 3 ദിവസം മുമ്പ്. വൈദ്യുവിന് നല്ല വിയർപ്പ് മണമുണ്ടായിരുന്നു. ത്രിലോക് ആദ്യം ഷാമ്പു യൂസ് ചെയ്ത് തല കഴുകി. തല ടർക്കിയെടുത്ത് തുടച്ച് മുകളിലേക്ക് കെട്ടിവെച്ചാണ് ദേഹം കുളിപ്പിക്കാൻ തുടങ്ങിയത്. അവൻ ഓരോ വസ്ത്രവും അഴിച്ചു മാറ്റുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ വൈദ്യു കണ്ണു നട്ടിരുന്നു. എന്നാൽ ത്രിലോക് ഗൗരവമായ മുഖത്തോടെ എല്ലാ വസ്ത്രങ്ങളും അഴിച്ചു മാറ്റി ഷവർ ഓൺ ചെയ്ത് കുളിപ്പിക്കാൻ തുടങ്ങി. വൈദ്യുവിന് അല്പം നാണം വന്നു തുടങ്ങി. ത്രിലോകിൻ്റെ വികാരങ്ങൾ കടിഞ്ഞം പൊട്ടി വീഴാൻ തുടങ്ങി. എന്നാൽ ദേഹത്തെ മുറിവുകൾ കണ്ടതും വികാരങ്ങൾ അരങ്ങൊഴിഞ്ഞു മാറി. മുറിവിൽ സോപ്പാവാതെ മെല്ലെ വെള്ളം കൊണ്ട് കഴുകി കുളിപ്പിച്ച് തുടച്ചു. വൈദ്യുവിനെ കൈകളിൽ കോരിയെടുത്ത് ബെഡ്റൂമിൽ ചെന്നു. അവളെ ബെഡിലിരുത്തി അടുത്തുള്ള വലിയ തടിയലമാരി തുറന്ന് ഒരു പൈജാമ എടുത്ത് വൈദ്യുവിനെ ധരിപ്പിച്ചു. ഫുഡ് ഇപ്പോൾ വരും. ത്രിലോക് അവളുടെ തലയിൽ നിന്ന് ടർക്കി അഴിച്ച് മറ്റൊരു ടർക്കി എടുത്ത് തുവർത്തി കൊടുത്തു. 2 മിനിറ്റ് കഴിഞ്ഞതും ഒരു സ്ത്രീ ഭക്ഷണവുമായി വന്നു. ത്രിലോക് വൈദ്യുവിനെ അടുത്തുള്ള ചെയറിലിരുത്തി. അതിന് മുമ്പിലുള്ള ടേബിളിലേക്ക് ഫുഡ് വെച്ച് ജഗിൽ നിന്ന് വെള്ളവും പരത്തി സ്ത്രീ തിരിച്ചു നടന്നു. വൈദ്യു പ്ലാസ്റ്റർ ഇട്ട വലം കൈയിലേക്ക് നോക്കി. പിന്നെ ത്രിലോകിനെയും. അവൻ ഫോണിൽ തോണ്ടി ബെഡിലിരിക്കുന്നുണ്ട്. തെണ്ടി, ഞാൻ വിളിക്കാൻ വേണ്ടി ഷോ കാണിച്ചിരിക്കുക. വൈദ്യു ഒന്ന് പ്രാഗി. സ്പൂൺ എടുത്ത് കഞ്ഞികോരി കുടിക്കാൻ നോക്കി. ഇടം കൈ ആയതിനാൽ ബാലൻസ് കിട്ടുന്നില്ല. കൈ തട്ടി വെള്ളം നിറഞ്ഞ ചില്ല് ഗ്ലാസ് നിലത്തേക്ക് വലിയ ശബ്ദത്തോടെ വീണു. ത്രിലോക് വേഗം തല ഉയർത്തി. വൈദ്യു പതർച്ചയോടെ അവനെ നോക്കി. അവൻ എഴുന്നേറ്റ് വന്ന് അവളെ അവിടെ നിന്ന് മാറ്റിയിരുത്തി. നിലത്ത് വീണ ഓരോ ഗ്ലാസ് പീസും എടുക്കാൻ തുടങ്ങി. എന്നാൽ ഇടയ്ക്ക് വൈദ്യുവിന് എക്കിൾ വന്നപ്പോൾ ത്രിലോകിൻ്റെ ശ്രദ്ധ മാറിയതും കയ്യിൽ പിടിച്ച ഗ്ലാസ് പീസ് ഉള്ളം കയ്യിൽ കുത്തിക്കയറി. ഛേ! ത്രിലോക് വേഗം കൈ കുടഞ്ഞു. അയ്യോ, എന്തു പറ്റി? അയ്യോ, ചോര! വൈദ്യു വേഗം എഴുന്നേറ്റ് വരാൻ നിന്നതും ത്രിലോക് കൈ ഉയർത്തി തടഞ്ഞു. അഭിനയം വേണ്ട വൈച്ചു, ത്രിലോക് പറഞ്ഞു. അഭിനയമോ? വൈദ്യു കണ്ണുമിഴിച്ചു. പിന്നെ അഭിനയമല്ലാതെ സ്നേഹമാണെന്നാണോ? ഒരിക്കലുമല്ല. ആയിരുന്നെങ്കിൽ നീ എന്നെ വിട്ട് പോവില്ലായിരുന്നു. അവസരത്തിനൊത്ത് അഭിനയിക്കാൻ വൈച്ചുവിന് കഴിയും. പക്ഷെ എനിക്ക് പറ്റില്ല, ത്രിലോക് പറഞ്ഞു. വൈദ്യു അവിടെ നിന്ന് ഒരടി അനങ്ങാതെ നിന്നു. ത്രിലോക് ഒരു പ്ലേറ്റ് എടുത്ത് അതിലെ ഗ്ലാസ് പീസ് എടുത്തിടാൻ തുടങ്ങി. ആദ്യം കയ്യിൽ മരുന്ന് വെക്കി, വൈദ്യു പറഞ്ഞു. ത്രിലോക് അത് കേൾക്കാത്ത മട്ടിൽ അവൻ ചെയ്യുന്ന ജോലി തുടർന്നു. ത്രിലോക്, വാശി കാണിക്കല്ലേ. വൈദ്യു കണ്ണീരോടെ അവൻ്റെ അടുത്തേക്ക് വന്ന് തോളിൽ കൈവച്ചു. ആ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ത്രിലോകിൻ്റെ ഹൃദയം നൊന്തെങ്കിലും അവനത് ശ്രദ്ധിക്കാതെ വീണ്ടും ജോലി തുടർന്നു. ത്രിലോക്, വൈദ്യു ഫിരിമ്പി കരഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിച്ചു. ഷട്ടപ്പ് വൈച്ചു. ത്രിലോക് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. നിന്റെ കള്ളക്കണ്ണീർ ഒന്നും ഇനി വേണ്ട. നിന്റെ ഈ അഭിനയവും. എനിക്ക് നിന്നെ വിട്ടു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാ ഞാനിങ്ങനെ നിഴലുപോലെ പുറകെ നടക്കുന്നത്. അതൊന്നും മനസ്സിലാക്കാതെ നീ. വേണ്ട, ഞാൻ പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോവും. ത്രിലോക് വീണ്ടും അവിടെ ജീൻസ് കയറ്റി വെച്ച് മുട്ടിലിരുന്നു. ത്രിലോക്, അഭിനയമല്ല, അത്രയ്ക്ക് ഇഷ്ടം കൊണ്ടാ. ഈ ചോര കാണാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ. വൈദ്യു ഒന്ന് നിർത്തി. ത്രിലോക്, പ്ലീസ്, മരുന്ന് വയ്ക്കി. അവളുടെ വിതുമ്പൽ ഉച്ചത്തിലായി. അവൻ സഹികെട്ട പോലെ എഴുന്നേറ്റു. ശരി, ഞാൻ മരുന്ന് വയ്ക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം. എന്താ? ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. എന്ത്? അനുസരിക്കില്ലെങ്കിൽ മരുന്ന് വയ്ക്കാൻ നിർബന്ധിക്കരുത്. വേണ്ട, അനുസരിക്കാം. വൈദ്യു അവൻ്റെ മുറിവിലേക്ക് വേദനയോടെ നോക്കി തൻ്റെ കണ്ണുകൾ തുടച്ചു. എന്നെ വിട്ടിട്ട് വരാൻ മാത്രം എന്താ നിനക്ക് പ്രശ്നം? ത്രിലോക് ചോദിച്ചു. വൈദ്യു പകപ്പോടെ അവനെ നോക്കി. അവൻ നോക്കുന്ന കണ്ടപ്പോൾ മിഴികൾ താഴ്ത്തി. കള്ളത്തരം ചെയ്ത പോലെ കണ്ണുകൾ പല ഭാഗത്തേക്ക് പിടിച്ചലോടെ പാഞ്ഞു. പറ. വെറുതെ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് ഒഴിയാമെന്ന് കരുതണ്ട. ചങ്ക് പൊട്ടിക്കഴിയുന്ന ഒരച്ഛനും അമ്മയും ഉണ്ടവിടെ. അവരെപ്പോലും ഓർക്കാതെ നീ ഒഴിഞ്ഞു കഴിയണമെങ്കിൽ അതിന് ശക്തമായ എന്തെങ്കിലും കാരണം ഉണ്ടാവുമെന്ന് എനിക്കുറപ്പാണ്, ത്രിലോക് പറഞ്ഞു. അവരെയും ത്രിലോകിനെയും ഓർത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സാഹസത്തിന് മുതിർന്നത്. ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെപ്പോലെ നിങ്ങളെയും. വൈദ്യു കരഞ്ഞുകൊണ്ട് തൻ്റെ ഇടം കൈ വയറിലേക്ക് ചേർത്തു. ത്രിലോക് കേട്ടത് മനസ്സിലാവാതെ നെറ്റി ചുളിച്ചു. അവൻ്റെ നെഞ്ചിൽ ആദ്യമായി ഒരു പിടപ്പ് അനുഭവപ്പെട്ടു. എന്താ നീ പറഞ്ഞത്? ത്രിലോക് നെറ്റി ചുളിച്ചു. ഏങ്ങലടിച്ചു കരഞ്ഞു തുടങ്ങിയ വൈദ്യു പിന്നെ പൊട്ടിക്കരച്ചലോടെ തല താഴ്ത്തി. ഡോറിൽ തട്ടുകേട്ട് വൈദ്യു തിരിഞ്ഞു നിന്ന് മുഖം തുടച്ചു. ത്രിലോക് ചെന്ന് ഡോർ തുറന്നു. ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ, മുരുകൻ പറഞ്ഞു. ആരോടും ഒന്നും പറയരുത്. അജിയോട് പോലും. ത്രിലോക് പുറത്തേക്ക് ഇറങ്ങി നിന്നു. എന്താ സാർ, കയ്യിൽ ബ്ലഡ്? മുരുകൻ ചോദിച്ചു. ഓ,
അത് ഗ്ലാസ് കയറിയതാ, ത്രിലോക് പറഞ്ഞു. മുരുകൻ വേഗം ചെന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവന്ന് അവൻ്റെ കയ്യിൽ മരുന്ന് വെച്ച് കെട്ടി. താങ്ക്സ്, ത്രിലോക് പറഞ്ഞു. മുരുകൻ ചിരിച്ചു, തിരിഞ്ഞു നടന്നു. ത്രിലോക് മുറിയിലേക്ക് കയറിയപ്പോൾ വൈദു കണ്ണു തുടച്ച് ബെഡിലിരിക്കുന്നുണ്ട്. ത്രിലോക് വേഗം അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. വൈച്ചു, ത്രിലോക് വിളിച്ചു. വൈദു മിഴികൾ മാത്രം ഉയർത്തി അവനെ നോക്കി. പറ, ആരാ ചതിച്ചത്? ത്രിലോക് ചോദിച്ചു. അതിനു മുമ്പ് ത്രിലോക് വേറൊരു കാര്യം അറിയണം, വൈദു ഇടർച്ചയോടെ പറഞ്ഞു. എന്ത്? ത്രിലോക് ഒന്നുകൂടെ അവളിലേക്ക് ചേർന്നിരുന്നു. ത്രിലോക് ജയിലിൽ പോയി 1 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണവും വോമിറ്റിങ്ങും ഉണ്ടായിരുന്നു. ആദ്യത്തെ മന്ത് ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല. എന്നാൽ നെക്സ്റ്റ് മന്തും അങ്ങനെയായി. പിന്നെ പീരിയഡ്സും മിസ്സായി. നിയമയെ കാണാൻ പോകുന്ന വഴിക്ക് ഞാൻ ഡോക്ടറെ കണ്ടു. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ത്രിലോക്. നമ്മുടെ കുഞ്ഞ് 2 മാസത്തോളം വളർന്നിരുന്നു. അത് പറയുമ്പോൾ വൈദുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ത്രിലോകിൻ്റെ ഹൃദയം കീറി മുറിക്കുന്ന പോലെ തോന്നി. അനാഥനായി തനിക്ക് ചേർന്നു വന്ന ആദ്യ രക്തബന്ധം തൻ്റെ കുഞ്ഞ് കൊന്നുകളഞ്ഞു ത്രിലോക് വയറ്റിൽ വെച്ച്. ഞാൻ പോലും അറിയാതെ. വൈദു ഉറക്കെ കരഞ്ഞു. അവളെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ഒരുതരം മരവിച്ച അവസ്ഥയിൽ അവനിരുന്നു. പിന്നെ അവൾ പറഞ്ഞതൊക്കെ അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു. ത്രിലോക് പുച്ഛച്ചിരിയോടെ എഴുന്നേറ്റു. കുറച്ചു നേരം ആലോചിച്ചിട്ട് അവൻ വേഗം ഫോണെടുത്ത് മുരുകനെ വിളിച്ചു. വൈദു കണ്ണുമിഴിച്ച് നിൽക്കുന്നുണ്ട്. ത്രിലോക് പോവാണോ? വൈദു ചോദിച്ചു. ഇപ്പോഴല്ല, നിന്റെ ഹെൽത്തൊക്കെ ഒന്ന് ശരിയായിട്ട്, ത്രിലോക് പറഞ്ഞു. എന്താ ത്രിലോകിൻ്റെ പ്ലാൻ? റൂമിൽ നിന്ന് ഇറങ്ങാൻ നിന്നവൻ അത് കേട്ട് അവിടെ തന്നെ നിന്നു. അവനൊന്ന് തിരിഞ്ഞ് അവളെ നോക്കി ചിരിച്ചു. വൈദുവിന് ഭയം തോന്നി. ഇതുവരെ കാണാത്ത രീതിയിലുള്ള അവൻ്റെ ക്രൂരമായ ചിരി. ത്രിലോക്, വേണ്ട, നമുക്ക് ഒന്നിനും പോണ്ട. പിന്നെ എന്നും ഇങ്ങനെ ഭയന്ന് നീ ഒളിച്ചു കഴിയോ? അത് മതിയോ? വൈദു അതിന് ഉത്തരമില്ലാതെ നിന്നു. നിനക്കത് മതിയാവും, പക്ഷേ എനിക്ക് അങ്ങനെ പറ്റില്ല. അവരില്ലാതാക്കിയത് എൻ്റെ കുഞ്ഞിനെയാ, അവർ കൈവച്ചത് എൻ്റെ പെണ്ണിനെയാ. എനിക്ക് അങ്ങനെ സഹിച്ചു പുറത്ത് പോവാൻ പറ്റില്ല, ത്രിലോക് പറഞ്ഞു. വൈദു കണ്ണു നിറച്ച് അവനെ നോക്കി. ഞാൻ പുറത്തിട്ടല്ല ത്രിലോക്. എനിക്കിനി ത്രിലോകും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. നിങ്ങളും കൂടി നഷ്ടപ്പെട്ടാൽ. വൈദു തളർച്ചയോടെ ബെഡിലിരുന്നു. ഏയ്, ത്രിലോക് വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് നിലത്ത് മുട്ടുകുത്തിയിരുന്നു. കൈകളിൽ പിടിച്ചു. പേടിക്കണ്ട, അച്ഛനും അമ്മയ്ക്കും എനിക്കും ഒന്നും വരില്ല, ഉറപ്പ്. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം, ത്രിലോക് പറഞ്ഞു. ഇനി അവനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വൈദുവിന് മനസ്സിലായി. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയ്ക്ക് ത്രിലോക് ഊട്ടിയിൽ പോയി. തൻ്റെ ഹോട്ടലിൽ തേജസിനെ മാനേജറാക്കി. മനസ്സ് ശരിയല്ല, ഒരു ടൂറിലാണെന്നും പറഞ്ഞു. സാവിത്രി അമ്മയോടും വേലായുധനോടും സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഈ സത്യങ്ങൾ ആരും അറിയരുതെന്ന് അവരിൽ നിന്ന് ഉറപ്പ് വാങ്ങി. 2 ആഴ്ചയ്ക്ക് ശേഷം വൈദുവിൻ്റെ കൈയെല്ലാം ഒരുവിധം ശരിയായി. കുറച്ചൊക്കെ അനക്കാൻ പറഞ്ഞു ഡോക്ടർ. അതനുസരിച്ച് ചെറിയ രീതിയിൽ കൈക്ക് എക്സസൈസ് എല്ലാം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ത്രിലോകും മുരുകനും കൂട്ടാളികളും ചേർന്ന് പദ്ധതിയെല്ലാം തയ്യാറാക്കി. നൈറ്റ് ഫുഡ് കഴിച്ച് കിടന്നിട്ടും ത്രിലോകിനെ കാണാതായപ്പോൾ വൈദു എഴുന്നേറ്റിരുന്നു. കൂടെ വന്ന് കിടക്കുമെങ്കിലും കൈയുടെ കാര്യം ഓർത്ത് ഒരു അകലം പാലിക്കും. കൈ കുറച്ച് ശരിയായിട്ടും അങ്ങനെ തന്നെ. വൈദുവിന് വല്ലാത്ത ഭയവും ഒറ്റപ്പെടലും ഫീൽ ചെയ്യുന്നുണ്ട്. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് വൈദു വേഗം കിടന്നു. ത്രിലോക് വന്ന് നെറ്റിയിൽ ചുംബിച്ച് പുതപ്പെടുത്ത് പുതച്ചു തന്നു. വൈദു കണ്ണടച്ച് പുഞ്ചിരിച്ചു. ത്രിലോക് അകലെയിടാതെ അവളുടെ അടുത്തു തന്നെ കിടന്നു. വൈദു അവനോട് ചേർന്ന് കിടന്നപ്പോൾ ത്രിലോക് ചിരിയോടെ കൈയുയർത്തി അവളെ നെഞ്ചിലേക്ക് കയറ്റിക്കിടത്തി. വൈച്ചു, നാളെ ഞാൻ നാട്ടിൽ പോകും. വൈദു പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് തല ഉയർത്തി. പേടിക്കണ്ട, നീ ഇവിടെ സേഫായിരിക്കും. അതല്ല എൻ്റെ പേടി, വൈദു പറഞ്ഞു. എനിക്കറിയാം. ത്രിലോക് അവളുടെ പുറത്ത് മെല്ലെ തട്ടിക്കൊടുത്തു. വൈദു മെല്ലെ മിഴികൾ അടച്ചു കിടന്നു. ത്രിലോകിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുഖം അറിയാത്ത ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ അവൻ്റെ ചെവിയിൽ മുഴങ്ങി. കണ്ണടച്ചു കിടക്കുന്ന ത്രിലോകിൻ്റെ ചെന്നിയിലൂടെ കണ്ണീർ ഒഴുകി.